ശ്രീ പി ജെ വിൻസെന്റ് കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീ പി ജെ വിൻസെന്റ്, ഒടുവിൽ ഈ രാജ്യം സൈനിക നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. അതിന് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായ വിശദീകരണം നൽകിയിരിക്കുന്നു. ഇപ്പോൾ രാജ്യം ഇത്രയും നാൾ തുടങ്ങിയ കഴിഞ്ഞ 18 ദിവസമായി നീണ്ട ആ പിരിമുറുക്കത്തിൽ നിന്ന് മുക്തമായിരിക്കുന്നു. അങ്ങനെ പ്രതികരണം എങ്ങനെയാണ്? ഇത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. കാരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ള ഷെല്ലിംഗ്, വിവേചനരഹിതമായ ഷെല്ലിങ്ങും അതുപോലെ അതിർത്തി കടന്നുള്ള ഡ്രോൺ ആക്രമണവും ഇന്റൻസിഫൈ ചെയ്തപ്പോൾ ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ആശങ്ക ഉണ്ടായി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം റിറ്റാലിയേറ്റ് ചെയ്യാനുള്ള ഇന്ത്യയുടെ സ്വാഭാവികമായ അവകാശമായിരുന്നു. ഇന്ത്യ റിറ്റാലിയേറ്റ് ചെയ്തു, അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. കൗണ്ടർ റിറ്റാലിയേഷൻ സ്വാഭാവികമായിട്ടും സിവിലിയൻ കേന്ദ്രങ്ങളെയും മിലിറ്ററി കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് പാകിസ്ഥാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉടലെടുത്തിരുന്നു. അത് പാകിസ്ഥാൻ തുടർന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തിയിൽ നിന്ന് പിന്മാറുകയും പകരം റെഗുലർ ആർമി അവിടേക്ക് വരികയും ഒരു കരസൈനിക നീക്കം ഉണ്ടാകും എന്ന് ഒക്കെ കരുതിയിരുന്നിടത്തു നിന്ന് ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത് തികച്ചും ശുഭകരമാണ്. ചത്തും കൊന്നും അടങ്ങാനുള്ളതല്ല ഇന്ത്യയും പാകിസ്ഥാനും. ഒരു ജനതയായിരുന്നു. സ്വാഭാവികമായിട്ടുള്ള ശത്രുതയൊക്കെ ഉണ്ട് എങ്കിലും രണ്ട് രാജ്യങ്ങളിലും ഉള്ളത് മനുഷ്യരാണ്. അവർക്ക് അതിജീവിക്കണം, മാന്യമായി ഭൂമിയിൽ ജീവിക്കണം. അതുപോലെ ഭീകരവാദം നമുക്ക് അവസാനിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ യുദ്ധം ഉണ്ടാക്കാവുന്ന ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടപ്പോഴും നിഷ്കളങ്കരായ മനുഷ്യരുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാതെ മറുപടി നൽകാതെ പോകാനും സാധിക്കില്ല എന്നതായിരുന്നു സിറ്റുവേഷൻ. തീർച്ചയായും ശ്രീ പി ജെ വിൻസെന്റ്, കാരണം ഈ രാജ്യം തുടക്കം മുതൽ എടുത്ത നിലപാടും അങ്ങനെ തന്നെയായിരുന്നു. യുദ്ധത്തിനെതിരായ നിലപാട് തന്നെയാണ്. ഈ രാജ്യം യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ നിലപാട്, ഈ രാജ്യത്തിന്റെ പാത അത് സമാധാനമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞ ആ ഒരു രീതി അത് അയൽക്കാർക്ക് മനസ്സിലായില്ല. വീണ്ടും പ്രകോപനം തീർത്തു. ഒടുവിൽ കടുത്ത നടപടികളിലേക്ക് രാജ്യം പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോലും എത്തിച്ചേർന്നു. ശ്രീ പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഇതിൽ അമേരിക്കയുടെ ഇടപെടൽ, സൗദിയുടെ ഇടപെടൽ, ഖത്തറിന്റെ ഇടപെടൽ, ഈ രാജ്യങ്ങളുടെ ഇടപെടലിനെ, ആ ഒരു പൊളിറ്റിക്സിനെ അങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും, ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെ അമേരിക്കയ്ക്ക് സ്വാധീനിക്കാൻ സാധിക്കും. കാരണം അമേരിക്കയുടെ സൈനികവും സാമ്പത്തികവുമായ സഹായത്തിൽ നിലനിന്ന് വന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ സഹായമില്ലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ എന്നേ അപ്രത്യക്ഷമായേനെ. അമേരിക്ക പിൻവാങ്ങിയപ്പോൾ ചൈനയുടെ പിന്തുണയോട് കൂടിയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ സ്വാധീനത്തിന് വലിയ വിലയുണ്ട്. മറ്റൊന്ന് സൗദി അറേബ്യയാണ്. ഇന്ത്യയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒരുപോലെ നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന രാജ്യമാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ നമ്മുടെ ഒരു സ്വന്തം നാട് പോലെയാണ്. വളരെ സഹോദര്യ ബന്ധം നമ്മൾ പുലർത്തുന്ന രാജ്യമാണ്. അപ്പൊ അതുകൊണ്ട് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ഇടപെടലിനെ വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഖത്തർ അങ്ങനെയല്ല. പല ഘട്ടങ്ങളിലും അവർ ഇന്ത്യ വിമർശനമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തുർക്കിയ ആണെങ്കിൽ പാകിസ്ഥാനെ നേരിട്ട് സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ പലപ്പോഴും ഒരു ബ്ലോക്കായി പ്രവർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഖത്തറും ടർക്കിയയും. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ നയതന്ത്രത്തെയും ഇന്ത്യൻ നിലപാടുകളെയും നിർണായകമായി സ്വാധീനിക്കാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങൾ അമേരിക്കയും സൗദി അറേബ്യയുമാണ് എന്ന് ഞാൻ കരുതുന്നു. ആ രാജ്യങ്ങളുടെ മധ്യസ്ഥം ഫലം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിട്ടാലിയേഷനാണ് സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ. അത് കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ആ യുദ്ധത്തിലേക്ക് പോകണമെങ്കിൽ യുദ്ധം പാകിസ്ഥാൻ തുടങ്ങും. പാകിസ്ഥാൻ റെഗുലർ ആർമി ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും അറ്റാക്ക് ചെയ്യണം. അത് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. അതിന് കനത്ത തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തു. തുടർ ചലനങ്ങൾ ഉണ്ടായാൽ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന ഘട്ടത്തിൽ ഒരു പക്ഷേ ഡിപ്ലോമസിയിലൂടെയും സൈനിക നയതന്ത്രത്തിലൂടെയും